ജയരാജൻ വിഷയത്തിൽ CPM-നെ അടച്ചാക്ഷേപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജയരാജന് മാത്രമല്ല സംസ്ഥാനത്തെ CPM-ന് ഒന്നടങ്കം BJP-യുമായി അവിഹിത ബന്ധമെന്നും സതീശൻ പറഞ്ഞു. EP-ക്കെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷമാണ്. കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരനും പ്രകാശ് ജാവ്ദേക്കറുമായി EP ജയരാജന് ബന്ധമുണ്ടെന്ന് ആദ്യം പറഞ്ഞതും പ്രതിപക്ഷമാണ്. ദല്ലാൽ നന്ദകുമാറിന്റെ ബന്ധത്തെക്കുറിച്ച് മാത്രമാണ് അന്ന് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത്. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിൽ എന്താണ് തെറ്റെന്നാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. PV അൻവറും മുൻ SP-യുമായി നടന്ന ടെലിഫോൺ സംഭാഷണത്തിനെതിരെയും പ്രതിപക്ഷ നേതാവ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. VD സതീശന്റെ വാക്കുകളിലേക്ക്. കേരളത്തിലെ പ്രതിപക്ഷമാണ് ആരോപണം ഉന്നയിച്ചത്. കേരളത്തിലെ CPM-ന് BJP-യുമായി ബന്ധമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ LDF-ന്റെ കൺവീനറായിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന EP ജയരാജന് BJP-യിലെ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷം. അന്ന് CPM-ഉം EP ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു. ഇപ്പം അത് സത്യമാണെന്ന് തെളിഞ്ഞു. പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു. അദ്ദേഹം ത്യാഗപൂർണമായി ഒഴിയല്ലോ. അദ്ദേഹത്തിന് ഇപ്പോൾ എന്തുകൊണ്ടാണ് CPM ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷേ അദ്ദേഹത്തിനും മാത്രമല്ല കേരളത്തിലെ CPM-ന് BJP-യുമായി തെറ്റായ ബന്ധമുണ്ട്, ബിസിനസ് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ച ആരോപണം ശരിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി പ്രകാശ് ജാവ്ദേക്കറെ EP ജയരാജൻ കണ്ടത് ന്യായീകരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയാണ് പ്രകാശ് ജാവ്ദേക്കറിനെ EP ജയരാജൻ കണ്ടത് എന്നാണ് ഞങ്ങൾ ആരോപിച്ചത്. അതുകൊണ്ടാണ് അതായത് ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള EP ജയരാജന്റെ ബന്ധത്തെപ്പറ്റി മാത്രമാണ് മുഖ്യമന്ത്രി അന്ന് തള്ളി പറഞ്ഞത്. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടുകൊണ്ട് എന്താ കുഴപ്പം, ഞാനും നിരവധി പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നത്? പ്രകാശ് ജാവ്ദേക്കർ ഇപ്പോൾ കേന്ദ്രമന്ത്രിയൊന്നുമല്ല, കേരളത്തിലെ BJP-യുടെ ചുമതലയുള്ള ആളാണ്. അയാളെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തിനാണ് കാണുന്നത്? EP ജയരാജൻ എന്തിനാണ് കാണുന്നത്? പോയ വഴിക്ക് വീട്ടിൽ കയറിയില്ലെന്നാ പറഞ്ഞത്. പോയ വഴിക്ക് ഇവരാരും ഞങ്ങളുടെ ഒന്നും വീട്ടിൽ കയറിയില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുള്ളത്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരായ കേസുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്ടത്. ഇപ്പം എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ അന്ന് ഇവർ സംരക്ഷിക്കുകയല്ലേ ചെയ്ത്? ഇലക്ഷൻ കാലത്ത് ഇവർ മുഴുവൻ സംരക്ഷിക്കുകയത്. മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടാൽ എന്താണ് കുഴപ്പം? ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം എന്താണ് ജയരാജൻ്റെ കുഴപ്പമൊന്നും അറിയില്ല. അന്ന് ഇതിനെല്ലാം ന്യായീകരിച്ചാണ് കേരളത്തിലെ CPM-നും CPM നേതാക്കൾക്കും BJP-യുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം ഉറപ്പിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഈ അൻവറിൻ്റെ ഒരു ടെലിഫോൺ സംഭാഷണം, പ്രത്യേകിച്ച് മുൻ SP-യുമായിട്ട്, അതിൽ ഈ ADGP അജിത് കുമാറുമായിട്ടുള്ള ചില ബന്ധങ്ങൾ, അജിത്തിൻ്റെ ഇടപെടലുകൾ ശശിയുമായി ചേർന്ന് നടത്തുന്നതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അത്തരത്തിലൊരു അത് ഭൂഷണമാണോ, അത്തരത്തിലുള്ളൊരു വിപുലമായ അന്വേഷണത്തിൻ്റെ സാധ്യതയല്ലേ തുറന്നിരുന്നത്? ഭരണകക്ഷി MLA-യും പത്തനംതിട്ട SP-യും നടത്തിയ സംഭാഷണം പുറത്തു വന്നപ്പോൾ കേരളത്തിലെ പോലീസ് സേനയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ മൊത്തം തലയിലൊരു പുതപ്പ് ഇടുന്ന, ഇനി പുതപ്പിട്ടിറങ്ങിയായിരിക്കും, തലയിൽ മുണ്ടിട്ടിറങ്ങാന്നുള്ളത് അത് വ്യക്തികളിലാണ് പറയാറുള്ളത്. ഇത് മൊത്തം പോലീസ് സേനയുടെ തലയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിലെ പോലീസ് സേനയുടെ ചരിത്രത്തിൽ ഈ പോലീസ് സേനയും ആഭ്യന്തര വകുപ്പും ഇത്രമാത്രം അധപ്പതിച്ചൊരു അടിമക്കൂട്ടമായി മാറിയ രംഗമില്ല. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, കേരളത്തിലെ പ്രതിപക്ഷം പോലീസിനെ കുറിച്ച് പറഞ്ഞതെന്താ? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം, ഒരു ഉപജാപക സംഘം. ആ ഉപജാപക സംഘം എന്ന് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും പറഞ്ഞിട്ടുണ്ട്. അത് ശരിവെച്ചില്ലേ? ഇപ്പോൾ ശരിവെച്ചില്ലേ? കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും ചെയ്യില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGP എന്നാണ് ഒരു SP പറയുന്നത്. കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP-യെ കുറിച്ച് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഒരു SP ഉന്നയിക്കുമ്പോൾ ഭരണകക്ഷി MLA അത് ശരിവെക്കുകയാണ്. അയാൾ അഴിമതിക്കാരനാണ് എന്ന് ശരിവെക്കുകയാണ്. മാത്രമല്ല പോലീസിൻ്റെ വയർലെസ് സന്ദേശം
ചോർത്തിയതിൻ്റെ പേരിൽ കേസെടുത്ത ഒരു ഓൺലൈൻകാരനെ രക്ഷിക്കാൻ 2 കോടി രൂപ ADGP വാങ്ങിച്ചു. അയാൾ പൂനെയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP ഒറ്റിക്കൊടുത്തു. ഡൽഹിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ പോലീസിന് മുൻകൂട്ടി വിവരം, ഇയാൾക്ക് ഈ പ്രതിക്ക് മുൻകൂട്ടി വിവരം ചോർത്തിക്കൊടുത്തു. ആരെക്കുറിച്ചാണ് ആരോപണം? ക്രമസമാധാന ചുമതലയുള്ള ADGPയെ കുറിച്ച്. ആരാണ് ആരോപണം ഉന്നയിക്കുന്നത്? ആരോപണം ഉന്നയിക്കുന്നത് SP. അത് ശരിവെക്കുന്നത്, അത് ശരിയാണ് എന്ന് പറയുന്ന ആരാണ്? അദ്ദേഹത്തിൻ്റെ അളിയന്മാര് ആണ് പണപ്പിരിവ് നടത്തുന്നത്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം തുടങ്ങിയ ഈ റേഞ്ച് മുഴുവനുള്ള SP-മാരെ കുറിച്ച് മറ്റൊരു SP വളരെ മോശമായിട്ടുള്ള പ്രതികരണം നടത്തിയാണ്. ഈ ഉദ്യോഗസ്ഥന്മാരെ പറ്റി, തൻ്റെ സഹപ്രവർത്തകരായ മറ്റ് ജില്ലകളിലെ SP-മാരെ പറ്റി ഏറ്റവും ഹീനമായ വാക്കുകൾ ഉപയോഗിച്ച് പറയുകയാണ്. വളരെ സത്യസന്ധനായ മലപ്പുറം SP-യെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ഗൂഢാലോചന നടത്തുകയാണ്. അങ്ങനെ പോലീസിൽ പരസ്പരം ബഹുമാനമില്ലാത്ത, പരസ്പര ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഉപജാപക സംഘം ഇത് നിയന്ത്രിക്കുന്ന, CPM നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ കൂപ്പൂത്തിയിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ശരിയായിരിക്കുന്നു, മുഴുവൻ. എന്നിട്ട് പറയാണ്, കാല് പിടിച്ച് താണു വീണ് അപേക്ഷിക്കുകയാണ് ഒരു പരാതി പിൻവലിക്കാൻ വേണ്ടി ഒരു SP, ഒരു ഭരണകക്ഷി MLA. എന്നിട്ട് ഞാൻ ഇനി 25 വർഷം സർവീസിലുണ്ട്, DGP ആയിട്ട് പിരിയുള്ളൂ, അതുവരെ ഞാൻ CPM-നോട് കടപ്പെട്ടവനായിരിക്കും, ഞാൻ CPM പറയുന്നതേ ചെയ്യാറുള്ളൂ. അത് തന്നെയാണ് ഞങ്ങൾ ആരോപിച്ചത്. കേരളത്തിലെ പോലീസിനെ ഭരിക്കുന്നത് നീതിയും ന്യായവും അല്ല. കേരളത്തിലെ പോലീസിനെ ഭരിക്കുന്നത് CPM-ആണ്. CPM എന്ത് വൃത്തികേട് പറഞ്ഞാലും ചെയ്യാൻ മടിക്കാത്തവരുടെ സംഘമായി, ഏറാൻ മൂളികളുടെ സംഘമായിട്ട് കേരളത്തിലെ പോലീസ് സേനയെ ഇവരെ അധപ്പതിപ്പിച്ചു. മുഖ്യമന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടത്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന, അതിന് മീതെ ചമഞ്ഞിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ സ്വർണ്ണക്കള്ളക്കടത്ത് തുടങ്ങിയുള്ള മുഴുവൻ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നിട്ടുള്ളത്? ആ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ ജയിലിൽ പോയി കിടന്നിട്ടുള്ളത്? ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് ഗുരുതരമായ ആരോപണമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGP-യും തമ്മിൽ ഒരു അച്ചുതണ്ടുണ്ടാക്കി വ്യാപകമായ അഴിമതികൾ നടത്തുന്നുവെന്നും പോലീസിനെ തെറ്റായ രീതിയിൽ നിയന്ത്രിക്കുന്നുവെന്നും ഏറാൻ മൂളികളെ പോലീസിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വെച്ച് പണപ്പിരിവ് നടത്തുന്നു എന്ന ആരോപണം ആരാ? ഞങ്ങൾ പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് ഒരു SP-യും പറയും. ഇതിനു മുമ്പ് വേറൊരു IG ലക്ഷ്മണൻ ഹൈക്കോടതിയിൽ കൊടുത്തൊരു അഫിഡവിറ്റ് ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർ ഭരണഘടനാതീത ശക്തികളായി പ്രവർത്തിക്കുന്നുവെന്ന്, ഇല്ലേ? അഫിഡവിറ്റ് കൊടുത്തു ഹൈക്കോടതിയിൽ. എന്നിട്ട് അയാളെ പേടിപ്പിച്ചിട്ടാണ് അത് പിൻവലിപ്പിച്ചത്. അഫിഡവിറ്റ് അവിടെയുണ്ട്. അഫിഡവിറ്റ് പിൻവലിച്ചെങ്കിൽ അഫിഡവിറ്റ് അവിടെയുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാതീത ശക്തിയായി പ്രവർത്തിക്കുന്ന ചിലരുണ്ട്, അവർ പണപ്പിരിവ് നടത്തുകയാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ഇപ്പോൾ ശരിയായില്ലേ? എന്തൊരു നാണക്കേടാണ്. കേരളത്തിലെ പോലീസ് ഇത്രമാത്രം തലകുനിച്ച് നിൽക്കേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രി ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ മതിയാവും. മുഖ്യമന്ത്രിയുടെ ഈ ഭരണത്തിൻ്റെ കീഴിലാണ് കേരളത്തിലെ പോലീസ് CPM-ന്റെ ഏറാമൂളികളായി മാറിയതെന്ന സംശയത്തിൽ ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പരാതി പറഞ്ഞു. ഹൈദരാബാദ് പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ വന്നപ്പോൾ CPM നേതാക്കളുടെ വീട്ടിൽ ഒളിപ്പിച്ചെന്നാണ് പറഞ്ഞ പ്രതിയെ. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, സാംസ്കാരിക മന്ത്രിക്ക് പരാതി കൊടുത്തു. എവിടെ പോയി പരാതി? എവിടെ പോയി? ഒരു പെൺകുട്ടി, പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി, മറ്റൊരു സംസ്ഥാനത്ത് വെച്ചൊരു മലയാളി പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. അതിനെ ഹൈദരാബാദ് പോലീസ് കേസെടുത്തിട്ട് ആ പ്രതികളെ കേരളത്തിൽ സംരക്ഷിക്കുന്നത് CPM-ആണ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും സാംസ്കാരിക മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും ഒരു പെൺകുട്ടിയുടെ ആ പരാതി ശ്രദ്ധിക്കാൻ പോലും നേരെയില്ല. ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ മതിയാവും. ADGP-ക്കെതിരെയുള്ള പരാതിയുടെ പോലീസ് അന്വേഷണം ശരിയാവില്ലല്ലോ. ഇത് യഥാർത്ഥത്തിൽ മറ്റ് ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കും. ഗുരുതരമായ അഴിമതി ആരോപണമാണ്, ഗുരുതരമായ അഴിമതി ആരോപണം. അതുപോലെ ഈ SP 25 കൊല്ലം CPM-ന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അടുത്ത 25 കൊല്ലം അവർ DGP ആവുന്നത് ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഈ പോലീസ് സേനയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. 25 കൊല്ലം ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത്, അടുത്ത 25 കൊല്ലം CPM-ന് വേണ്ടി. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് ഇവർക്ക് താല്പര്യം. അങ്ങനെയുള്ളവരെ ഓരോ പ്രധാനപ്പെട്ട സ്ഥാനത്തും വെച്ചിട്ടാണ് ഇവർ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇനിയും ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ, ഇവർക്ക് ഏറാൻ മൂളികളായി നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ പുറത്തേക്ക് വരും. അതാണ് കേരളത്തിൽ നടക്കുന്നത്. നീതി ന്യായമില്ല. മറ്റൊന്ന്, ഈ സിദ്ദിഖിന്റെ വിഷയത്തിൽ, ഇപ്പൊ സിനിമ വിഷയത്തിൽ
സിദ്ദിഖിനെതിരെയുള്ള നടപടികൾ വളരെ വേഗത്തിൽ, പക്ഷേ രഞ്ജിത്തിനെതിരെയുള്ള നടപടികൾ വളരെ സാവധാനത്തിലാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, സർക്കാരിന് താല്പര്യമുള്ള കുറേ ആളുകളെ അവർക്ക് സംരക്ഷിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണെന്ന് നന്നായിട്ട് അറിയാം സർക്കാരിനെ തലപ്പത്തിരിക്കുന്നത്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു അന്വേഷണം നടത്തില്ല. ആരെ രക്ഷിക്കാനാ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഇരകളുടെ മൊഴികളാണ്. അതായത് ഒരു കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ്. അതിൻ്റെ പുറത്ത് നിയമപരമായി അപ്പം തന്നെ അന്വേഷണം നടത്തേണ്ടതാണ്, FIR എടുക്കേണ്ടതാണ്. പക്ഷെ അത് 4.5 കൊല്ലമായി പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോഴും അന്വേഷണ സംഘത്തെ വെച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നു അത് അന്വേഷിക്കില്ല. അതെന്താ അന്വേഷിക്കാത്തത്? എന്താ? അത് അന്വേഷിച്ചാൽ വേണ്ടപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ വേണ്ടപ്പെട്ട ആളുകളെ സംരക്ഷിക്കുക, അതാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാണംകെട്ട പോലീസല്ലേ ഇതൊക്കെ അന്വേഷിക്കുന്നത്? എന്ത് നീതി കിട്ടുമെന്നാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്? എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ഹീനമായ കാര്യങ്ങൾ ചെയ്യുന്ന, പാർട്ടിക്ക് വിധേയപ്പെട്ട, പാർട്ടിയുടെ അടിമക്കൂട്ടങ്ങളാക്കി മാറ്റിയ പോലീസിനെ ഇത്ര നാണം കെടുത്തിയത് പിണറായി വിജയൻ പോലെ കേരളത്തിൽ ആരും ചെയ്തിട്ടില്ല. ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരിക്കുകയാണ്, ഇത്രയും വഷളാക്കിയിട്ടില്ല പോലീസിനെ. ഇ പി ജയരാജനെ ബലിയാടാക്കുമായിരുന്നു ആ കേസിൽ, മറ്റേ കേസിൽ. അല്ല, EP ജയരാജന് ബന്ധമുണ്ട്. ആ ബന്ധത്തെ അവരന്ന് ന്യായീകരിച്ചു. EP ജയരാജനും മാത്രമല്ല, മുഖ്യമന്ത്രിക്കും ബന്ധമുണ്ട്. ഇപ്പം എന്താണ് അന്ന് ഇതൊക്കെ ന്യായീകരിച്ച ആളുകൾ ഇപ്പം എന്തിനാണ് EP ജയരാജനെ എതിരെ നടപടിയെടുക്കുന്നത്? അവരുടെ ആഭ്യന്തര കാര്യം, അവരാർക്കെതിരെ വേണമെങ്കിലും നടപടിയെടുത്തോട്ടെ. പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച ഒരു ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നു. കേരളത്തിലെ CPM-ന് BJP-യുമായി അവിഹിതമായ ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂർ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇപ്പോൾ ED പിടിമുറുക്കിയല്ലോ എന്ന് ചോദിച്ചു. EDയുടെ പിടി എവിടെ പോയി? ഇപ്പോൾ ഇലക്ഷൻ കാലത്ത് മാത്രമുണ്ടായ പിടിയാണെന്ന് ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത്, തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകരോട്. ഇലക്ഷൻ കാലത്ത് മാത്രം ഈ തൃശ്ശൂർ ജില്ലയിലെ CPM നേതാക്കന്മാരുടെ കഴുത്തിനാണ് BJP EDയും കൂടി ചേർത്ത് പിടിച്ചത്. അവരുടെ കാര്യം നടന്നു, അവർ ജയിച്ചു, അപ്പോൾ പിടി വിട്ടു. ഇപ്പോൾ എവിടെ പോയി? കരുവന്നൂർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല പിടി എന്താ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു. കരുവന്നൂരിനെ പറ്റി വല്ല പിടി എന്താ ഇപ്പോൾ ആർക്കെങ്കിലും ഒരു പിടിയില്ല. റഷ്യയിൽ കുറച്ച് മലയാളികൾ കുടുങ്ങിക്കിടപ്പുണ്ട്. ഗുരുതരമായ വിഷയമാണ്. വിദേശകാര്യ മന്ത്രാലയത്തിനടക്കം പരാതി നൽകിയെങ്കിലും കാര്യമായ ഒരു നീക്കം. ഞാനടക്കമുള്ള ആളുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കബളിപ്പിച്ച് കൊണ്ടുപോയിട്ട് റഷ്യൻ സേനയിൽ സേനാംഗങ്ങളായി പ്രവർത്തിച്ച ആളാണ്. ഒരാൾ മരിച്ചതിൻ്റെ ഡെഡ് ബോഡി പോലും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അടിയന്തരമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇടപെട്ട് സംസ്ഥാന ഗവൺമെൻറ് കൂടി നേരിട്ട് പ്രധാനമന്ത്രിയെ, മുഖ്യമന്ത്രി കണ്ട് ഈ 91 പേരെ